Class 11 Physics for HSC, CBSE and ISC students, Chapter 8 Gravitation Continuation, and this is class number P62, Kepler's Laws of Planetary Motion. The first topic in this chapter, in the previous class we have seen some questions from gravitation, and today we begin the syllabus mentioned in the chapter Gravitation, chapter number 8, and what we see now is Kepler's Laws of Planetary Motion. Kepler's Laws of Planetary Motion. പ്ലാനറ്റുകളുടെ മോഷൻ്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്ലാനറ്ററി മോഷനെ സംബന്ധിച്ച് കെപ്ലേഴ്സ് ലോസാണ്. 3 ലോസാണ് ഉള്ളത്, 3 ലോസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, ഷോ ഡയഗ്രംസ് ടു ഇലസ്ട്രേറ്റ് ദീസ് ലോസ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആൻഡ് ഡ്രോ ഡയഗ്രംസ് ടു ഇലസ്ട്രേറ്റ് ദീസ് ലോസ്. അപ്പോൾ 3 ലോസ് സ്റ്റേറ്റ് ചെയ്യുക, അതിൻ്റെ ഡയഗ്രാം വരച്ച് കാണിക്കുക. അപ്പോൾ എന്താ കെപ്ലേഴ്സ് ലോസ്? Kepler's first law. This law states that all the planets revolve around the sun in an elliptical orbit, with the sun as one of the focus. This law states that all the planets revolve around the sun in an elliptical orbit, with the sun at one of its foci. അപ്പോൾ എല്ലാ പ്ലാനറ്റുകളും സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങും. സൂര്യൻ എലിപ്സിൻ്റെ ഒരു ഫോക്കസിൽ വരും. എല്ലാ പ്ലാനറ്റുകളും, ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാനറ്റുകളും സൂര്യന് ചുറ്റും പ്രത്യേകം എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങും. സൂര്യൻ ഒരു ഫോക്കസിൽ വരും. എലിപ്സിന് 2 ഫോക്കസാണ് ഉള്ളത്. ഒരു ഫോക്കസിൽ സൂര്യൻ വരും എന്നുള്ളതാണ് ഒന്നാമത്തെ ലോ. അതുകൊണ്ട് ഈ ലോയെ നമ്മൾ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയും. ലോ ഓഫ് ഓർബിറ്റ്സ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ദി പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, വിത്ത് ദ സൺ ആസ് ദിയർ വൺ ഓഫ് ദി ഫോക്കസ് or one of the foci, FOCI. Kepler's first law can be shown in a diagram. Sun as one of the focus, one of the foci. 2 focuses are there of the elliptical orbit of a planet revolving around it. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. ഈ പാത്തിലൂടെ, എലിപ്റ്റിക്കൽ പാത്തിലൂടെ സൂര്യൻ കറങ്ങുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മേജർ ആക്സിസ് ഉണ്ട്, ഡിസ്റ്റൻസ് 2a. അപ്പോൾ സെമി മേജർ ആക്സിസ് സ്മോൾ എന്ന് വരും. പിന്നെ മൈനർ ആക്സിസ്. മൈനർ ആക്സിൻ്റെ അകലം നമ്മൾ 2b എന്ന് പറയും. ബി ആണ് മൈനർ ആക്സിസ്, സെമി മൈനർ ആക്സിസ്. ആ നടുക്ക് ഹോറിസോണ്ടൽ ലൈനിനെ നമ്മൾ മേജർ ആക്സിസ് എന്നും വെർട്ടിക്കൽ ലൈനെ മൈനർ ആക്സിസ് എന്നും പറയും. മേജർ ആക്സിസിൻ്റെ പകുതി നീളം സെമി മേജർ ആക്സിസ് സ്മോൾ എന്ന് പറയും. സെമി മൈനർ ആക്സിസ് സ്മോൾ ബി എന്ന് പറയും. സൂര്യൻ ഒരു ഫോക്കസിൽ വരും. ആ സൂര്യൻ്റെ സ്ഥാനമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലും ഒരു ഫോക്കസ് ഉണ്ട്. അപ്പോൾ ഈ പടം ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ആണ്. ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയും. ലോ ഓഫ് ഓർബിറ്റ്സ്. അപ്പോൾ ലോ ഓഫ് ഓർബിറ്റ്സ്, ദി ഡയഗ്രാം റെപ്രസെൻറ്റിംഗ് ദ ലോ ഓഫ് ഓർബിറ്റ്സ് ഈസ് ഷോൺ ദി ഫിഗർ. ദ സൺ ഈസ് അറ്റ് വൺ ഓഫ് ദി ഫോസി. There are 2 focuses, S1 and S2, and the sun is at one of the foci. And P is called perihelion and A is called aphelion, or distance. Distance PS is called perihelion distance, and distance AS is called aphelion distance. Perihelion means the point which is closest to the sun, and aphelion is the point which is farthest from the sun. സൂര്യനോട് അടുത്ത പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ, പി എന്ന് പറയും. ഏറ്റവും അകലെയുള്ള പോയിന്റിനെ വിളിക്കുന്ന പേര് അപ്പഹീലിയൻ. സൂര്യൻ ഫോക്കസിലായിരിക്കും എലിപ്സിൻ്റെ. പ്ലാനറ്റ് എലിപ്സിലൂടെ ഇങ്ങനെ കറങ്ങും. അതെ ഫസ്റ്റ് ലോ, ലോ ഓഫ് ഓർബിറ്റ്സ്. ദർ ആർ 2 ഫോസി, S1 and S'. പടത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇൻ എൻ എലിപ്സ് ദ സൺ SC ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൺ ഓഫ് ദി എലിപ്സസ് ഫോക്കൽ പോയിന്റ്സ്. Perihelion distance, perihelion PS refers to the point when the planet is closest to the sun. Aphelion AS refers to the point when the planet is farthest to the sun. ഇതിനടുത്ത് കെപ്ലർ സെക്കൻഡ് ലോ. കെപ്ലർ സെക്കൻഡ് ലോ, അതിൻ്റെ ലോ ഓഫ് ഏരിയാസ് എന്ന് പറയും. ലോ ഓഫ് ഏരിയാസ്. കെപ്ലർ സെക്കൻഡ് ലോ. ദിസ് ലോ says that planet covers equal area in equal intervals of time, which means the area velocity of a planet is a constant. പ്ലാനറ്റുകൾ തുല്യ സമയങ്ങളിൽ തുല്യ ഏരിയ കവർ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്ലാനറ്റിൽ നിന്ന് സൂര്യനിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ് വെക്റ്റർ. റേഡിയസ് വെക്റ്റർ
തുല്യ സമയങ്ങളിൽ തുല്യ ഏരിയ സ്വീപ്പ് ഔട്ട് ചെയ്യും. തുല്യ സമയങ്ങളിൽ തുല്യ ഏരിയ കവർ ചെയ്ത് കടന്നു പോകും. ഏരിയ സ്വെപ്റ്റ് ഔട്ട് ബൈ റേഡിയസ് വെക്റ്റർ ഇൻ എവറി സെക്കൻഡ് ഇസ് എ കോൺസ്റ്റൻറ്റ്. The meaning is aerial velocity is a constant. Area swept out by the radius vector in every time, every second is a constant. That is aerial velocity is a constant, and that is called Kepler's second law. This law says that planet covers equal area in equal periods of time, which means the aerial velocity of a planet is constant. It's a constant. So from the diagram we can see that when the planet is far from the sun, then it covers some area A1 in time t. When the planet is near the sun, it covers an area A2 in a period of time t. Then in both cases, അതായത് നമ്മളിവിടെ വീണ്ടും ആ പടം കാണിച്ചിരിക്കുകയാണ്. എസ് സൺ, പി ആണ് പെരിഹീലിയൻ, എ ആണ് അപ്ഹീലിയൻ. ഇപ്പോൾ പെരിഹീലിയൻ റീജിയനിൽ ഒരു നിശ്ചിത ടൈമിൽ ടൈമിൽ ഉണ്ടാക്കുന്ന ഏരിയയാണ് ആ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഈ ടൈം വേണേൽ ഒരു സെക്കൻഡ് എടുത്താലും മതി. 1 സെക്കൻഡ് ആണെങ്കിൽ ആ 1 സെക്കൻഡ് പോലുള്ള ഏരിയയാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പുറത്തുള്ള ഏരിയയാണ് പിന്നെ റേഡിയസ് വെക്റ്റർ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയയാണ് വരച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഈ 2 ഏരിയയും തുല്യമായിരിക്കും. അപ്പം തുല്യ സമയങ്ങളിൽ റേഡിയസ് വെക്റ്റർ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ തുല്യമായിരിക്കും. തുല്യ സമയങ്ങളിൽ ഈ പ്ലാനറ്റിൻ്റെ റേഡിയസ് വെക്റ്റർ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള വരയ്ക്കുന്ന ലൈൻ ആ തുല്യ സമയങ്ങളിൽ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഏരിയാസ്, സെക്കൻഡ് ലോ. ഇനി കെപ്ലേഴ്സ് തേർഡ് ലോയെ നമ്മൾ ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലോ ഓഫ് ഹാർമോണിക്സ് എന്നും പറയാറുണ്ട്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the square of the time period of revolution of a planet is directly proportional to cube of the radius of its orbit, or we say semi-major axis. എക്ക് പ്രൊപ്പോഷണലാണ്. ഇപ്പോൾ സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ റേഡിയസിൻ്റെ ക്യൂബിന് പ്രൊപ്പോഷണലാണ്. അല്ലെങ്കിൽ സെമി മേജർ ആക്സിസ് എയുടെ ക്യൂബിന് പ്രൊപ്പോഷണലാണ് പീരീഡിൻ്റെ സ്ക്വയർ. This law states that the square of the period of revolution of the planet is directly proportional to the cube of the radius of the orbit, or cube of the semi-major axis. In that manner also you can say cube of the semi-major axis or cube of the radius of the orbit if it is circular. Mathematically, if t is the time period of a planet and r be the radius of the orbit, then this law can be written as t square proportional to r cubed. Or if r is taken as a semi-major axis, then we say t square proportional to a cubed. രണ്ട് തരത്തിൽ പറയാം. ഇപ്പോൾ സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്ഡ്. നേരെ മറിച്ച് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെങ്കിൽ ആറിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് സെമി മേജർ ആക്സിസിൻ്റെ ദൂരമാണ്, എ ആണ്. അപ്പോൾ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്ഡ് എന്നും പറയാം. ദിസ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് പീരിയഡ്സ് ഓർ ലോ ഓഫ് ഹാർമോണിക്സ്. തേർഡ് ലോയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് പീരിയഡ്സ് ഓർ ലോ ഓഫ് ഏരിയാസ്. ഇനി 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. Which scientist is attributed to the gathering of the data relevant to support the planets in elliptical motion? പ്ലാനറ്റുകളുടെ എലിപ്റ്റിക്കൽ മോഷനെ പറ്റിയുള്ള ഡേറ്റകൾ ആദ്യമായിട്ട് ശേഖരിച്ചത് ആരാണ്? നമ്പർ ബി, വിച്ച് സയൻറ്റിസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡേറ്റ? ഈ ഡേറ്റയുടെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ആരാണ്? Number C, which scientist is acknowledged with the long and complex task of evaluating the data? ഈ ഡേറ്റ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഈ പ്ലാനറ്ററി മോഷൻ്റെ ലോസ് എഴുതിയത് ആരാണ്? അപ്പോൾ ഒന്നാമത് ഡേറ്റ കളക്ട് ചെയ്തത് ടൈക്കോ ബ്രാഹി ആണ്. ടൈക്കോ ബ്രാഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഇത് രണ്ടാമത് അനലൈസ് ചെയ്തത്, ഡേറ്റ അനലൈസ് ചെയ്ത് ഐസക് ന്യൂട്ടനാണ്, ജോഹന്നാസ് ഐസക് ന്യൂട്ടൺ. അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്രൈബ് ഡേറ്റ. പിന്നെ ഈ ലോ എഴുതിയത് കെപ്ലർ ഇവാലുവേറ്റഡ് ദി ഡേറ്റ ആൻഡ് ഹാസ് റിട്ടൺ ദ 3 laws. അടുത്തത് പ്രോബ്ലം നമ്പർ 2. The average orbital distance of Mars is 1.52 times to that of
average orbital distance of Earth. Having known that the Earth orbits around the Sun in about 365 days, use Kepler's third law harmonics to anticipate the time that Mars would require to orbit the Sun. അപ്പോൾ ഈ കെപ്ലറിൻ്റെ തേർഡ് ലോ അങ്ങ് വിചാരിക്കണം, ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ്ഡ് അല്ലെങ്കിൽ ടി സ്ക്വയർ പ്രപ്പോർഷണൽ ആർ ക്യൂബ്ഡ് വിചാരിക്കണം. എന്നിട്ട് ഭൂമിയുടെ പീരീഡ് 365 ഡേയ്സ് ആണെങ്കിൽ എന്താണ് മാർസിൻ്റെ പീരീഡ് എന്തായിരിക്കും? ഒരു ഡേറ്റ തന്നിരിക്കുന്നത് ദ ആവറേജ് ഓർബിറ്റൽ ഡിസ്റ്റൻസ് റേഡിയസ് വെക്റ്റർ ഓഫ് മാർസ് ഇസ് 1.52 ടൈംസ് ദാറ്റ് ഓഫ് ആവറേജ് ഓർബിറ്റൽ ഡിസ്റ്റൻസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ റേഡിയസ് വെക്ടറിനേക്കാൾ ഒരു 1.52 മടങ്ങാണ് മാർസിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ മാർസിന് ദൂരം കൂടുതലാകുമ്പോൾ അതിൻ്റെ ടൈം പീരീഡും കൂടും. അപ്പോൾ ഇത് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുന്ന കാര്യമാണ്. തൽക്കാലം മാത്തമാറ്റിക്കൽ അല്ലാതെ നമ്മൾ കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ് പറയുന്നത്. കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും. അതായത് ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്ഡ് എന്നുള്ള ഇക്വേഷൻ ചെയ്യണം. ദിസ് പ്രോബ്ലം ഷുഡ് ബി ഡൺ by the equation t square proportional to r cubed. In that case, you will get the answer like this. The ratio of r Mars by r Earth, radius of Mars by radius of Earth is 1.52. So the calculation leads to time period of Mars will be 684 days. The time period of Mars will be 684 days. This value you just remember, and we do a similar problem at the end of this class. അപ്പം മാർസിൻ്റെ പീരീഡ് 684 ദിവസം ആണെന്ന് തൽക്കാലം കരുതുക. എർത്തിൻ്റെ പീരീഡ് 365 ദിവസമാണെങ്കിൽ, ഒരു വർഷമാണെങ്കിൽ, അത് നമുക്ക് കണക്കൂട്ടി കണ്ടുപിടിക്കാം. അത്രയൊരു പ്രോബ്ലം ഇതിൻ്റെ അവസാനം എൻഡ് ഓഫ് ദി ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് മാത്തമാറ്റിക്കലായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് റിമൈൻ ഇൻ എ പ്ലാനറ്ററി മോഷൻ വെൻ സീൻ ഫ്രം ദി സർഫസ് ഓഫ് ദി സൺ? ഇപ്പോൾ സൂര്യനിൽ നിന്ന് നമ്മൾ ഈ പ്ലാനറ്ററി മോഷൻ നോക്കിയാൽ ഏത് ക്വാണ്ടിറ്റിയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാറ്റമില്ലാത്തത്? ഇപ്പോൾ റൊട്ടേഷൻ ആകുമ്പോൾ നമുക്കറിയാം ആംഗുലർ മൊമെൻ്റ് കൺസർവേഷനാണ് ഉദ്ദേശിക്കുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദി ഇനർഷ്യൽ ഫ്രെയിം ഓഫ് ദി സണ്ണിനെ നമ്മൾ ഇനർഷ്യൽ ഫ്രെയിമായിട്ട് വിചാരിക്കണം. വെൻ വ്യൂഡ് ഫ്രം ദി ഇനർഷ്യൽ ഫ്രെയിം of the sun, the planet seem to execute elliptical orbital motion while change kinetic energy. അപ്പോൾ ഇങ്ങനെ പ്ലാനറ്റ് കറങ്ങിക്കൊണ്ടിരിക്കും, അതിന് കൈനറ്റിക് എനർജി മാറും, കെപ്ലർസ് ഫസ്റ്റ് ലോ. ബട്ട് ദ കോൺസ്റ്റന്റ് ആംഗുലർ മൊമെൻറ്റം ഡ്യൂ ടു ദി ഫോഴ്സ് ബിഗ് സെൻട്രൽ. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. പ്ലാനറ്ററി മോഷനിൽ പ്ലാനറ്റിൻ്റെ ആംഗുലർ മൊമെൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി പോലെയുള്ള ക്വാണ്ടിറ്റികൾ കോൺസ്റ്റൻ്റ് അല്ല. ആംഗുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻ്റ് ഇൻ പ്ലാനറ്ററി മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of a planet is 3 times the radius of the Earth. Calculate the time period of revolution of the planet. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ പറയുന്നത് ദ റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ഈസ് 3 times the radius of the Earth. Calculate the time period of revolution of the planet. ഒരു പ്ലാനറ്റിൻ്റെ റേഡിയസ് എർത്ത് റേഡിയസിൻ്റെ, ഇപ്പോൾ റേഡിയസ് വെക്ടറാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് വെക്ടർ ഡിസ്റ്റൻസ് ആകട്ടോ, പ്ലാനറ്റിൻ്റെ മാത്രം റേഡിയസ് അല്ല, ഡിസ്റ്റൻസാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റ് ദി ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി പ്ലാനറ്റിൻ്റെ പീരീഡ് കണ്ടുപിടിക്കണം. അവിടെ റേഡിയസ് എന്നുള്ളത് കറക്ഷനുള്ള റേഡിയസ് വെക്ടർ എന്ന് വേണം പറയാനായിട്ട്. ദ റേഡിയസ് വെക്ടർ ഓഫ് എ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മാത്രം വിചാരിക്കും. ഇതല്ല, ഇത് ഈ പ്ലാനറ്റ് ടു സൺ ഡിസ്റ്റൻസ്, എർത്ത് ടു സൺ ഡിസ്റ്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു ദ കെപ്ലേഴ്സ് തേർഡ് ലോ, ടി സ്ക്വയർ പ്രപ്പോർഷൻ ആർ ക്യൂബ്ഡ്, കൺസിഡർ ദ റേഡിയസ് ഓഫ് ദി എർത്ത് ബീയിങ് ദ റേഡിയസ് വെക്ടർ ആർ എ ആൻഡ് ദാറ്റ് ഓഫ് പ്ലാനറ്റ് ആർ പി. ടൈം പീരീഡ് ഓഫ് എർത്ത് ഈസ് ടി ഇ, ടൈം പീരീഡ് ഓഫ് പ്ലാനറ്റ് ഇസ് ടി പി. ഇങ്ങനെ വിചാരിക്കുക.
അപ്പോൾ ഈ എർത്തിൻ്റെ റേഡിയസ് വെക്ടർ ആർ എന്നും പ്ലാനറ്റിൻ്റെ ആർ പി എന്നും ടൈം പീരീഡ് ടി എന്നും ടി പി എന്ന് വിചാരിക്കുക. ടി പി പ്ലാനറ്റിൻ്റെ ടൈം പീരീഡാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ നിർമ്മിക്കാം. ആർ പി ഈസ് ഈക്വൽ ടു 3R എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഓഫ് എർത്ത് ടി ഇ 1 year അല്ലെങ്കിൽ 365 days. Radius time period of earth t is 1 year or 365 days. The relation between the planets is given by നമ്മൾ ഇക്വേഷൻ ടി സ്ക്വയർ പ്രപ്പോർഷൻ ആർ ക്യൂബ്ഡ് ആണല്ലോ. അപ്പോൾ ടി പി പ്രപ്പോർഷണൽ ടു ആർ പി ക്യൂബ്ഡ്, ടി പി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ പി ക്യൂബ്ഡ്, ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്ഡ് ഡിവൈഡിങ് ടി പി സ്ക്വയർ ബൈ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ പി ക്യൂബ്ഡ് ബൈ ആർ ക്യൂബ്ഡ്. അങ്ങനെ ഇക്വേഷൻ കിട്ടും നമുക്ക്. ഗിവൺ ആർ പി is 3R and period of earth is 1 year. Substitute the values. We have this relation. Substitute the values. TP square, planetന്റെ period square, TP square by earth period square, 1 square, 1 year square എന്ന് ഇട്ടാലും മതി, അല്ലെങ്കിൽ 1 square ഇട്ടാലും മതി. Planetary radius 3R, the cubed by R cubed. R cubed വെട്ടിപ്പോവും, റൈറ്റ് സൈഡിൽ 27 എന്ന് വരും. 3 cubed is 27. So TP square is 27. TP is 27 raised to 1 by 2. 27 raised to 1 by 2. TP square ആണല്ലോ 27. അപ്പോൾ TP is 27 raised to 1 by 2. നമുക്കറിയാം 25 റൂട്ട് 5 ആണ്. അപ്പോൾ 27 റൂട്ട് 5.2 അടുത്ത് വരും. അത് കണക്ക് കൂട്ടണം. So the period of revolution of the planet is 5.2 year. Hence time period of the planet is 5.2 year. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നതിലെ കറക്ഷൻ പ്രത്യേകം ഓർത്തുകൊള്ളണം. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്ടറാണ്. പ്ലാനറ്റ് ടു സൺ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ നോക്കുക. പ്ലാനറ്റ് ടു സൺ ഡിസ്റ്റൻസ്, എർത്ത് ടു സൺ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, ആ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഇപ്പോൾ റേഡിയസ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 6370 കിലോമീറ്റർ. അതല്ല ഇവിടെ, ഇത് എർത്ത് ടു സൺ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എർത്ത് ടു സൺ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 1 astronomical യൂണിറ്റ് ആണ്. 1.49 into 10⁻11 മീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഉത്തരാണ് എഴുതിയിരിക്കുന്നത്. ആ പ്ലാനറ്റിൻ്റെ പീരീഡ് 5.2 ഇയർ ആണ്. ഹെൻസ് ദി ടൈം പീരീഡ് ഓഫ് പ്ലാനറ്റ് ഈസ് 5.2 ഇയർ. And that is all with your 62th lecture. We continue our class. Thank you very much.